മയക്കുമരുന്നിനെതിരെ പ്രതിരോധം തീർത്ത സംസ്ഥാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം 60 പേർക്കാണ് 10 വർഷമോ അതിലേറെയോ തടവ് ശിക്ഷ ലഭിച്ചത്. സംസ്ഥാനത്ത് NDPS നിയമപ്രകാരം പിടിയിലാകുന്നവരിൽ 98.19% പേർ ജയിലിൽ അടയ്ക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മറച്ചുവെച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ. സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാകുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എന്നാൽ കണക്കുകൾ ലഹരിക്കെതിരെയുള്ള എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാണെന്ന് തെളിയിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 60 പേർക്കാണ് 10 വർഷത്തിനു മുകളിൽ തടവ് ശിക്ഷ ലഭിച്ചത്. ഇത്രയും പ്രതികൾക്കായി കോടതി 90 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ഇതിൽ ഒരു കേസിലെ 3 പ്രതികൾക്ക് ലഭിച്ചത് 34 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയുമാണ്. മറ്റൊരു കേസിൽ 30 വർഷത്തെ തടവു ശിക്ഷയും 3 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കേരളത്തിൽ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോപാറ്റിക് സബൻസ് നിയമപ്രകാരം പിടിയിലാകുന്നവരിൽ 98.19% ശിക്ഷാനിരക്ക്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഈ കണക്കുകളെല്ലാം വളച്ചൊടിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. അപ്പോൾ 98.19% ശിക്ഷാനിരക്ക്. ഇത് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ചില കണക്കുകൾ പറയുന്നു എന്ന് പറഞ്ഞാൽ പോരാ. പാർലമെന്റിൽ കൊടുത്ത മറുപടി, കേന്ദ്ര സർക്കാർ കണക്കുകൾ, നമ്മുടെ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ കണക്കുകൾ, ഇതൊന്നും അദ്ദേഹം കണക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ കേരളം മയക്കുമരുന്നിൻ്റെ ആസ്ഥാന എന്ന് പറയുന്നത്? ഏത് കണക്ക്? ഏറ്റവും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നതും കേരളത്തിലാണ് എന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കിനെ അദ്ദേഹം വളച്ചൊടിക്കുകയാണ്. NDPS ആക്ടിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്രമാണെന്നും പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിനോട് കേരളത്തിലെ MPമാരോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോട് NDPS ആക്ടിൽ ഭേദഗതി കൊണ്ടുവരാനും കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ നിർവചനം മാറ്റുന്നതിനും, അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ അളവ് പിടിച്ചാലും നമുക്ക് ജാമ്യം കിട്ടുന്ന കേസായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ നിർവചനം അനുസരിച്ച് 1 കിലോ ആണല്ലോ. അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാരാണ്. പക്ഷെ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രത്തിൻ്റെ ഒരു മറുപടി പോലും ലഭിച്ചിട്ടില്ല. നാടിനെയും ഭാവിയെയും ബാധിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.